ബഹുമാനികളെ, അപ്പോൾ ചെറിയ കുഞ്ഞിൻ്റെ പേരിലുള്ള നിസ്കാരത്തിലുള്ള സ്പെഷ്യൽ ദുആയും നമ്മൾ പഠിച്ചു. ഇനി അൽ ജമാഅത്ത് ഫിൽ ജനാസ, മയ്യത്ത് നിസ്കാരത്തിലുള്ള ജമാഅത്ത് നിസ്കാരമാണ് ചർച്ച. തുസന്നുൽ ജമാഅത്തു ഫി സ്വലാത്തിൽ ജനാസ, മയ്യത്തുകാരത്തിൽ സംഘമായി നിസ്കരിക്കൽ സുന്നത്തേ ഉള്ളൂ, ഫർളില്ല. ഒരാൾ നിസ്കരിച്ചാൽ തന്നെ ഫർള് വീടി, ഒരാൾ നിസ്കരിച്ചാൽ തന്നെ ഫർള് വീടി. മയ്യത്തിൻ്റെ മേലിൽ ഒരാൾ നിസ്കരിച്ചാൽ. ഇനി സംഘമായിട്ടുള്ള ജമാഅത്ത് നിസ്കാരം പിന്നെ സുന്നത്ത. ഫയുസന്നു ഫീഹ, ആ നിസ്കാരത്തിൽ ഇമാമ് എവിടെ നിൽക്കണം എന്നാ ചർച്ച. മയ്യത്തിങ്ങനെ നേരെ കിടക്കുകയാണല്ലോ, മയ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇമാമ് നിൽക്കേണ്ടത് അതൊരു വിവരമാണ്. എവിടെയെങ്കിലും പോയിട്ട് നിന്നാ പോരാ. ഫയുസന്നു ഫീഹ വഖൂഫുൽ ഇമാം, ഇമാമിൻ്റെ നൃത്തം ആവൽ സുന്നത്താണ്. വൽ മുൻഫരിദി, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും അതേപോലെ ഇമാമും, ഓരോ കാര്യം അവിടെ ചർച്ച ചെയ്യുന്നത്. മോമിങ്ങളെ നൃത്തം പിന്നെ വിഷയമല്ലല്ലോ, മോമിങ്ങളെല്ലാവരും സുഫലിക്കല്ലേ. അപ്പോൾ ആണായ മയ്യത്തിനും പെണ്ണായ മയ്യത്തിനും നിൽക്കേണ്ട സ്ഥാനം വ്യത്യാസമുണ്ട്. ആണുങ്ങൾക്ക് എവിടെ നിൽക്കേണ്ടത്? ആണുങ്ങൾക്ക് ഇന്ത റഅ്സി ദഖരി, പുരുഷന്റെ തലയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് ഇമാമ്. അപ്പോൾ തലൻ്റെ ഭാഗം നോക്കിയിട്ട്, എവിടെ തല കാലൊക്കെ ചോദിക്കും മയ്യത്ത് കൊണ്ടുവരുമ്പോഴേ, തലയാണോ കാലാണോ ആദ്യം കൊണ്ടുപോകേണ്ടതൊക്കെ ചർച്ചയാണ്. പരിന്നിട്ട് ഇറക്കുമ്പോൾ തല മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ അപ്പുറത്തും ചർച്ച വരും. കാലാണ് കൊണ്ടുപോകണക്ക് വലിയ പേരൊന്നും ഉണ്ടാവില്ല, ആ കൊണ്ട് മണ്ടല്ലേ. അപ്പോൾ തലയാണോ കാലാണോ ഒക്കെ ചർച്ച അവിടെ ഒക്കെ ഉണ്ടാവും. ഏതുപോലെ കഫംപോടെ ചുറ്റുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ, വലത്തോട്ടാന്ന് മറന്നാ? മറന്നല്ലേ, സലാം പറഞ്ഞു പോയി. ഇനി പറയില്ല. അപ്പൊ ഇമാമ് നിൽക്കേണ്ടത് എവിടെയാ? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ആണാണെങ്കിൽ തലൻ്റെ അടുത്ത് നിൽക്കണം. പെണ്ണാണെങ്കിലോ അജീസത്തിൽ ഉൻസ, പെണ്ണിൻ്റെ അരക്കെട്ട്. അപ്പൊ ഇവിടെ നിൽക്കണം, പെണ്ണിൻ്റെ അരക്കെട്ടിൻ്റെ നേരെയായിട്ട് ഇമാമ് നിൽക്കണം. പെണ്ണാണെങ്കിൽ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും അവിടെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഇനി പറയാനുള്ളത് സൊഫിൻ്റെ എണ്ണ, അത് നാളെ പറയാം. സൊഫിൻ്റെ എണ്ണം, സൊഫിൽ കുറേ ആൾ വേണം, കുറച്ചാളും മതി. സംഗതിയൊക്കെ റാഹത്ത് തന്നെയാണ്, പക്ഷെ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളെ സംഘടിപ്പിക്കണം. മരിച്ചുമ്പോഴത്തേന് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. വെറും അടുക്കളയിൽ ഇരുന്നാൽ പോരാ, വെറും പണി സ്ഥലത്തേക്ക് പോയിട്ട് പണി കഴിഞ്ഞ് വന്നാൽ പോരാ. കുറേ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഈ ആയുഷിൻ്റെ ഇടയിൽ. സംഘടനാ പ്രവർത്തകന്മാർക്കൊക്കെ അത് ശരിക്ക് തെളിയും. അൽഹംദുലില്ലാ, ഫൈസ് ഉസ്താദൊക്കെ ഇപ്പോൾ ഓടി അടക്കുക, ജീവിതം മുഴുക്കനും ഓട്ടാ. ഓരൊക്കെ മരിച്ചാൽ എത്രകാലം ആലിമീങ്ങളുണ്ടാവും. അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെയാണ് സംഘടനാ പ്രവർത്തകന്മാർക്കൊക്കെ. നമ്മളെ ചരിത്രത്തിൽ കാണാം, ഒരുപാട് മയ്യത്തുകാരങ്ങൾ രാത്രി സുബൈക്ക് മയ്യത്തെടുത്തു. മയ്യത്ത് ഖബർക്ക് വെച്ചത് എപ്പോഴറിയോ? ഇശാഇന്റെ ശേഷം. ആരാണത്? ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ആള് കുഴപ്പക്കാരനേന്, ആള് പണ്ട് കാലത്ത് മദ്യപാനിയായിരുന്നു. പക്ഷേ അയാൾക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തു. അദ്ദേഹം നന്നായി എന്ന് മാത്രമല്ല, ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. പിന്നെ അങ്ങോട്ട് മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ നിറഞ്ഞിട്ടേ സുബൈക്ക് എടുത്ത മയ്യത്ത് രാത്രി ഇശാന്റെ ശേഷം കൊണ്ടുവച്ചത്. ഇതൊക്കെ ഈ വയലേക്കുന്ന ആൾക്കാർക്കൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വെറും ഇവിടെ മാത്രം കൂടണ്ട. അല്ലസറിന്റെ അവിടെ പോവുക, അവിടെ ഉണ്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടും. അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ ജമാഅത്തായിട്ട് നിസ്കരിച്ച, അങ്ങനെ ബന്ധങ്ങൾ വേണം. സലാമാക്കുക. അങ്ങനെ കഴിഞ്ഞ് പോരുമ്പോൾ ആളെ കാണാനല്ല, അയാൾ മരിച്ച, അല്ലാ അയാൾ നല്ല മനുഷ്യനെ നിന്നിട്ടാ, അയാൾ എത്രയോ ആൾക്കാരോടെ സലാം പറച്ചിൽ. ഇവിടെ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അയാൾ എന്ത് ചെയ്യും, അത്രയൊക്കെ ഒന്ന് പൂശി തരും. പൈസ ഇങ്ങനെ വാങ്ങണം, അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളായിത്തീരും.
അപ്പം എല്ലാവരേറ്റും നല്ല മിംഗ്ലിങ്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ സ്വഫുകളെ എണ്ണം കൂട്ടാൻ പറ്റൂന്ന ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫളായിലൊക്കെ നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, പ്രഭാത സമയത്തുള്ള ഈ സംസാരം നീ ഇഷ്ടപ്പെട്ട അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിക്കൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ മഹലിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ജോലികളിലും ശരീരങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ അദാബ് ഞങ്ങളുടെ മേലെ ഇറക്കല്ല അല്ലാഹ്. എല്ലാവർക്കും നല്ല ഹിഫുദും ഹിമായത്തും നൽകണേ അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ ഇന്നോളം വരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ റജബിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിനെ ആരോഗ്യത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا وأهلنا مسلمين وألحقنا وإياهم بالصالحين آمين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه